ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് മുങ്ങിയതോടെ പെരുവഴിയിലായി ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. ഇതോടെ കോഴിക്കോട് പുനൂർ സ്വദേശി മിശ്രിയും 3 കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം തേടി ഭർത്താവിന്റെ വീട്ടിന് മുന്നിൽ കഴിയുകയാണ്. പുതുപ്പാടി വള്ളിക്കെട്ടുമ്പൽ ഫൈസലിനെതിരെയാണ് പരാതിയുള്ളത്. സംരക്ഷണം നഷ്ടപ്പെട്ടതോടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നതേയില്ല. കഴിഞ്ഞ 4 ദിവസങ്ങളായി മിശ്രിയും 3 കുഞ്ഞുങ്ങളും ഭർത്താവിന്റെ വീട്ടിന് മുന്നിൽ ഇരിപ്പാണ്. ഗൾഫിൽ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ഭർത്താവ് പുതുപ്പാടി വള്ളിക്കെട്ടുമ്പൽ ഫൈസൽ കുറച്ചു കാലമായി ഭാര്യയ്ക്കും 3 കുട്ടികൾക്കും ആവശ്യത്തിന് ചിലവിന് നൽകുന്നില്ല. ഇതിനിടെ ഫൈസൽ മറ്റൊരു വിവാഹം കൂടി കഴിച്ചു. ഇതോടെയാണ് മിശ്രിയെയും കുട്ടികളും ഭർത്തൃവീട്ടിലെത്തിയത്. പക്ഷേ കുടുംബത്തെ കണ്ടതോടെ ഭർത്താവ് ഫൈസൽ വീട് പൂട്ടി മുങ്ങി. 2 ദിവസം മുന്നാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അറിഞ്ഞത്. അന്നപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരുന്നു. അന്നപ്പം ആളെ വിളിപ്പിച്ച് ഒരു എക്സ്പാർട്ടി വിധിയായിട്ട് വന്നപ്പോൾ പോലീസ് പറഞ്ഞ് ഇത് വെച്ച് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. ഇത് കുട്ടികളെയും ഭാര്യയെയും സംരക്ഷിക്കാണ്ട് വിവാഹം കഴിച്ചാൽ നടപടികൾ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ധിക്കരിച്ചാണ് വിവാഹം കഴിച്ചത്. പെരുവഴിയിലായ കുടുംബത്തെ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ട് വീടിനകത്ത് കയറാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്ന് കാണിച്ച് ഫൈസൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. നമ്മളുമായിട്ട് ഒഴിവാക്കേണ്ടത് നമ്മളോട് പറഞ്ഞിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നെ ഈ പേപ്പർ കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒഴിവാക്കി എന്നുള്ള ഇതിൽ. നമ്മളെ രേഖാമൂലോ ഒന്നും നമ്മൾ ഒന്നും കണ്ടിട്ടുമില്ല, എവിടെയും സൈൻ ചെയ്തിട്ടുമില്ല. പിതാവ് ഉപേക്ഷിച്ചതോടെ സ്കൂളിൽ കായിക രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കിയ 9ാം ക്ലാസ്സുകാരി ഉൾപ്പെടെ 3 കുട്ടികളുടെയും പഠനം മുടങ്ങി. ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം ഇപ്പം എനിക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്, വേറൊരു കല്യാണം അയക്കൂല എന്ന്. ഒക്കെ അറിഞ്ഞ് വേറൊരു കല്യാണം അയച്ചപ്പോൾ ഞാൻ തെറ്റിപ്പോയിനല്ലോ. ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാവരെയും. ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒക്കെ പിന്നെ ഞങ്ങൾക്കൊരാവശ്യങ്ങളോ ഒന്നും ഇപ്പോൾ ചെയ്ത് തരലോ ഒന്നും ഇല്ലായിരുന്നു. എന്തൊരാവശ്യം പറഞ്ഞാലും പൈസ ഇല്ല, പണിയില്ല, പോമാൻ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ജോലിയൊന്നും ഇല്ല എന്നാ പറയല്ലോ. മിശ്രിയെ വിവാഹമോചനം ചെയ്തതായി കുടുംബ കോടതിയിൽ നിന്നും വിധിയുണ്ടെന്നാണ് ഭർത്താവിന്റെ കുടുംബം പോലീസിനെ അറിയിച്ചത്. വനിതാ കമ്മീഷനെ സമീപിച്ച മിശ്രിയ ഇപ്പോൾ കുടുംബ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.